ആനായ തങ്ങളവറുകളെ കണ്ടിട്ട് പറഞ്ഞു, അന്ന് വെള്ളം മന്ത്രിച്ചെന്ന് ഞങ്ങൾ അറിയാതെ എടുത്ത് കളഞ്ഞുപോയി. എന്ത് പണിയാ നിങ്ങൾ കാണിച്ചത്? എന്റെ ഉപ്പ താജുൽ ഉലമ ഇജാസത്ത് എന്ന പരിശുദ്ധ ഖുർആനിൽ നിന്നുള്ള ശിഫാഇനുള്ള ആയത്തുകളല്ലേ, അല്ലെങ്കിൽ അതല്ലേ ഞാൻ മന്ത്രിച്ചത്? എന്തിനാണ് എടുത്തു കളഞ്ഞത്? എന്തായാലും എന്റെ അടുത്ത് ചോദിച്ചിട്ടൊന്നും കാര്യമില്ല, ഞാൻ പൊരുത്തപ്പെടാതിരിക്കാൻ പറ്റുകയുമില്ല, പടച്ചവനോട് ചോദിച്ചാൽ മതി എന്ന് പറയും. അപ്പൊ ഇവർക്ക് തോന്നി പടച്ചവനോട് ചോദിക്കൽ ഇച്ചിരി എളുപ്പമുള്ള കാര്യമാണ്, ഇവർക്ക് അത്രേ മനസ്സിലായുള്ളൂ. എന്തായിരുന്നാലും സാധുക്കളാണ്, അവരെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. അപ്പൊ അവര് അവസാനം അവിടെ നിന്ന് കരഞ്ഞ് പറഞ്ഞിട്ട് ലാസ്റ്റ് പറഞ്ഞു, ഒരു കുപ്പി വെള്ളവും കൂടെ അവിടെ നിന്ന് മന്ത്രിച്ചു തരണം. അതിപ്പോ വേണ്ട, ഇനി അടുത്തൊരു തവണയാകാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സഹോദരന്മാരെ, നിങ്ങൾ ആദ്യം കേട്ടല്ലോ, നമ്മുടെ ബഹുമാനപ്പെട്ട ഉള്ളാളത്തങ്ങളുടെ മകൻ ഫസൽ കോയമ്മ കൂറത്തങ്ങൾ അദ്ദേഹം മരണപ്പെട്ടതിന് ശേഷം തേനീച്ചയുടെ കൂടിലേക്ക് എന്തെങ്കിലും മുട്ടിയാലോ തട്ടിയാലോ അതല്ലെങ്കിൽ കല്ലേറ് കൊണ്ട് എന്തെങ്കിലും സംഭവിച്ചാൽ എല്ലാം എണിക്കും, എല്ലാം ഉപദ്രവിക്കാൻ തുടങ്ങും, കോലാഹലങ്ങളുണ്ടാകും. അതുപോലെയാണ് ബഹുമാനപ്പെട്ട നമ്മുടെ കൂറാത്തങ്ങൾ മരണപ്പെട്ട് അടക്കിയത് മുതൽ തുടങ്ങി കറാമത്തുകൾ അദ്ദേഹത്തെ നമുക്ക് നല്ല പോലെ അറിയാം സഹോദരന്മാർ. എൻ്റെ നാട്ടിലാണ്. അദ്ദേഹം ആരോടും ഇതുപോലെയുള്ള പൊങ്കച്ച പറയുന്ന തങ്ങളല്ല. അദ്ദേഹം എന്താണ് പറഞ്ഞത്? എൻ്റെ ബാപ്പയുടെ ഇജാസത്ത് കിട്ടിയത് കൊണ്ട് ഞാൻ ഒരുപാട് ദിക്റും തഹ്ലീലും ഓതി, ഖുർആനെല്ലാം ഊതിയതല്ലേ, നിങ്ങൾ എന്തിനാണ് കളഞ്ഞത്? എന്തെല്ലാം കെട്ടുകഥകളാണ്. അദ്ദേഹം അതുപോലെ സംസാരിക്കുന്ന ആളേ അല്ല. അതുപോലെ അദ്ദേഹത്തിൻ്റെ കറാമത്ത് പറഞ്ഞ് നടക്കണമെന്ന് ഉദ്ദേശിക്കുന്ന ആളുമല്ല. അദ്ദേഹം കറാമത്ത് പറയാറുമില്ല. അദ്ദേഹം വരുന്ന ആൾക്കാർക്ക് ഒരാൾ വന്നാൽ അദ്ദേഹം തുടർച്ചയായി വരണമെന്നോ, 7 പ്രാവശ്യം വന്നോളൂ, 10 പ്രാവശ്യം വന്നോളൂ, 14 പ്രാവശ്യം വന്നോളൂ, ഇതുപോലെയുള്ള കണക്കുകളുടെ കള്ളതങ്ങന്മാരും കള്ള ഔലിയാക്കന്മാരെന്ന് പറയുന്നവരും കള്ള മുസ്ലിയാക്കന്മാരും അതുപോലെ ഈ മജ്ലിസ് ചെയ്യുന്ന ഒരുപാട് തട്ടിപ്പുകാരുണ്ടല്ലോ. ജോലി ചെയ്യാതെ ജീവിക്കാൻ ശ്രമിക്കുന്നവർ ചെയ്യുന്നത് പോലെ ഇദ്ദേഹം ചെയ്തിട്ടില്ല, ചെയ്യുന്നുമില്ല, അതിൻ്റെ ആവശ്യവുമില്ല. അദ്ദേഹം പണത്തിൻ്റെ ബാക്കിൽ പോയ ആളുമല്ല. ഈ കാണുന്ന ഷെയ്ഖിൽ നിൽക്കുന്ന ഷെയ്ഖ് കണ്ട ലോകത്തിൻ്റെ ഫിത്തനൻ്റെ ഷെയ്ഖാണ്. ആ ഷെയ്ഖ് ഇന്ന് വളരെ ഉഷാറാണ്. മക്കളെ ഇബ്ലീസ് ജയിച്ച കാലാണ് കേട്ടോ, നമ്മൾ പരാജയപ്പെട്ട കാലാണ്. ആ ഇബ്ലീസ് എഴുതിയത് തന്നെ ഇബ്ലീസാൽ ഇറക്കപ്പെട്ട സാധനമാണ് ഇത് കേട്ടോ. നിങ്ങൾ ആഖിറുസമാന്റെ ഫിത്നയത്തോട്ട് കാവൽ ചോദിക്കുന്ന റസൂൽ നേരത്തെ ഇവിടെ എഴുതി വെച്ചതാണ്, അതോ പറഞ്ഞതാണ്. ഇതെല്ലാം സാധനം. ഇപ്പം ഈ ഉദാഹരണം എടുത്ത തങ്ങളോ ഞാനോ അല്ല ഖത്തീബോ മുദ്രിസോ അല്ലെങ്കിൽ കാളിയാറോ നിന്ന് കുടിച്ച് ബലത്തെ കൈകൊണ്ട് വെള്ളം കുടിച്ചാൽ വിട്ടാൽ ലോകം മുഴുവൻ വിധിക്കണേ. പുറത്ത് തങ്ങൾ കാളിയാറ് ഇടത്തെ കൈകൊണ്ട് നിന്ന് കുടിച്ചു. അതില്ലേ ഫിത്തനക്ക് കയറി വേണം. അത് കേട്ട് ഞമ്മക്ക് ചിരിക്കും. നല്ല റാറ്റാണ്. എന്താ പ്രശ്നം? ഫിത്തനയില്ലേ? ഈ ഓൺലൈൻ എന്തെല്ലാം നടക്കുന്ന മക്കളെ? ഓൺലൈനിലെ ക്ലാസ്സും ഓൺലൈനിലെ സ്ഥലത്തും ഓൺലൈനിലെ എന്തും അതെല്ലാം ഹോബിയാണ്. അതുകൊണ്ട് ഒരു കാര്യങ്ങൾക്കില്ല. കാരണം TV നോക്കൽ ഹറാമാണ്. ആ TVൻ്റെ ഉള്ളിലാണല്ലോ ഇത് വരുന്നത്. നിങ്ങൾ എന്നിട്ട് ഇങ്ങനെ ചിരിക്കുക. കുറേ സ്ഥലത്തല്ല, എന്ത് സ്ഥലത്തങ്ങ് ചെല്ലേണ്ടത്? അതിൻ്റെ ഉള്ളിൽ കൂടി സ്ഥലത്തിട്ട് എന്താ അമ്പകങ്ങൾ കിട്ടുക? ഹറാമിന് നിങ്ങൾ എന്തിനാ ഹലാലാക്കണം? ഹറാമിനെ ഹലാക്കിയതുകൊണ്ട് അതിൻ്റെ ഉള്ളിൽ കൂടി എന്താ ഓൺലൈനിൽ ദർശനം നടത്തിയതുകൊണ്ടോ അല്ല സ്ഥലത്ത് വല്ല ഗുണമുണ്ടോ? എന്നാൽ പിന്നെ അള്ളാന്റെ റസൂലിക്ക് അത് പറയണ്ടേ? അള്ളാന്റെ റസൂൽ എന്തുകൊണ്ട് പറഞ്ഞില്ല? അള്ളാഹു നിരോധിച്ച കാര്യമാണ്, അതുകൊണ്ട് പറയില്ല. ഒരു ഗ്ലാസ് എങ്ങനെ വെള്ളം വരെ കുടിക്കണം എന്ന് റസൂൽ പറഞ്ഞ റസൂലിന് എന്തുകൊണ്ട് ഇത് പറഞ്ഞൂടാ? പക്ഷെ അതില്ല, അത് ഹറാമാണ്. ഹറാമിൽ എന്താണ് നമ്മൾ ഹലാലാക്കാൻ പോയാൽ ഏത് തങ്ങളല്ല, ഏത് ഖത്തീബല്ല, ഏത് മദനിയല്ല, ആരായാലും ശരി ശിക്ഷക്കർഹനാണ്. സംശയത്തിന് യാതൊന്നും വേണ്ടതില്ല. നിങ്ങൾക്ക് ഒരു രസമായിരിക്കും അല്ലേ?
അള്ളാഹുവിൻ്റെ അടുത്ത് കഠിനമായ ശിക്ഷയാണ് അതിൽ ലഭിക്കുന്നതെന്ന് ചിന്ത നിങ്ങൾക്ക് വേണം. അദ്ദേഹത്തിൻ്റെ ഇബാദത്തും അദ്ദേഹത്തിൻ്റെ അള്ളാഹുലേക്കുള്ള അടുപ്പവും അദ്ദേഹം സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നില്ലേ? അള്ളാഹുവിനെ അടുത്ത ഒരാളാണ്. നല്ലപോലെ ദിക്റും ഔറാദുകളും ഇബാദത്തും എല്ലാം നല്ല രീതിയിൽ ചെയ്യുന്ന, എല്ലാവരെയും പണക്കാരെന്നോ പാവപ്പെട്ടവരെന്നോ അതൊന്നുമില്ലാതെ നല്ല രീതിയിൽ എല്ലാവരും ചേർത്ത് പിടിക്കുന്ന ആളാണ്. എത്ര ആൾ വന്നാലും ദ്വേഷം വരികയില്ല. ആരോടും കൂടുതൽ സംസാരിക്കാൻ സമയവുമില്ല. ഇതുപോലെയുള്ള ആ മുസ്ലിയാർ പറഞ്ഞത് 2 3 പ്രാവശ്യം നിങ്ങൾ ആവർത്തിച്ച് കേട്ടോളൂ. അതുപോലെയുള്ള പറച്ചലോ പൊങ്കച്ച പറയലോ വാപ്പ തന്ന ഇജാസത്താണ്, ഞാൻ അങ്ങനെയാണ് ഇങ്ങനെയാണ്, ഇതെല്ലാം പറഞ്ഞു നടന്ന ഒരു തങ്ങളല്ല. വെറുതെ ആ തങ്ങളുടെ പേരിൽ ഇവർ കെട്ടിച്ചമച്ച് കറാമത്ത് പറയാൻ തുടങ്ങിയതാണ്. മരിച്ച പാട് നിങ്ങളുടെ ദുരുദ്ദേശമുണ്ടല്ലോ, ഇത് നല്ല ഒരു ഇതിനല്ല, ഇത് നല്ല ഒരു കാര്യമായ ഒരാളെ CM മടവൂരിനെ ഒരുപാട് കളിപ്പാട്ടമാക്കി ഇവർ കറാമത്ത് പറഞ്ഞ് അദ്ദേഹം എങ്ങനെയുള്ള ആളാണെങ്കിലും അദ്ദേഹം മരണപ്പെട്ടതിന് ശേഷം 10 പേര് 100 പേരോ 1000 പേരോ നല്ല ഒരാളാണെന്ന് പറയുന്ന രീതിയിൽ അവതരിപ്പിക്കണം. ഒരുപാട് കോമഡികളും ഒരുപാട് കള്ളക്കറാമത്തുകളും. അതല്ലേ 500 പേജിയുടെ പുസ്തകം കടല കെട്ടാൻ കൊടുത്തത്, സത്യത്തിന് നിരക്കാത്തതുള്ളതെന്ന് പറഞ്ഞ് അവസാനം ബോധ്യപ്പെട്ട് ആ എഴുതിയ ആലിമെന്ന് പറയാമോ? അതും ഒരു സംശയമാണ്. ആര് വന്ന് CM വന്ന് പറഞ്ഞതാണോ? ഇത് നീ എല്ലാം കള്ളമാണല്ലോ എഴുതുന്നത്, ഈ പുസ്തകത്തിൽ എൻ്റെ കഥ എല്ലാം കള്ളമാണ്, ഇതിനെ നീ പ്രചരിപ്പിക്കാൻ പാടില്ല, അതിനെ കടല കെട്ടാൻ നല്ല പെട്ടിക്കടയിലേക്ക് കൊടുത്തോ എന്ന് പറഞ്ഞത്. ദ്വേഷം കൊണ്ട് പറയുന്നതാണ് സഹോദരന്മാരെ, വിഷമം കൊണ്ട് പറയുന്നതാണ്. എന്തിനാണ് ഒരാൾ മരണപ്പെട്ട പാട് ഇവർക്ക് കറാമത്ത് പറയണം? വിമർശിക്കുന്നവർ കൂടുതൽ വിമർശിക്കാൻ വരുന്നതല്ലേ? ഞാൻ വിമർശിക്കുന്നു ഇതുപോലെ കറാമത്തിനെ വിമർശിക്കുകയില്ല. കറാമത്തിനെ ഞാൻ വിമർശിക്കാനോ അതിനെ തള്ളി പറയാനോ റെഡിയല്ല. കറാമത്ത് നമ്മുടെ കൂറാത്തങ്ങൾക്ക് കറാമത്തല്ല, അദ്ദേഹം ചെയ്ത കാര്യം ചിലതെങ്കിലും നല്ല രീതിയിൽ അത് അനുഭവപ്പെട്ടവരുമുണ്ട്, അനുഭവപ്പെടാറുമുണ്ട്. പിന്നെ വന്ന ആൾക്കെല്ലാം ഒരു ഹോസ്പിറ്റലിൽ മരുന്നെടുത്താൽ എല്ലാവർക്കും സുഖമാവുകയില്ല, മറ്റേ ഹോസ്പിറ്റലിൽ പോകേണ്ടി വരും. അതുപോലെയാണ് അതൊന്നും മരുന്ന് നമ്മൾ മരുന്ന് കഴിക്കുന്നതോടുകൂടെ ഒരു മന്ത്രവും അതുപോലെയുള്ള നല്ല ആൾക്കാരുടെ നാട്ടിൽ നിന്ന് വരുന്ന ഒരു വാക്കുകളും അതിനെ സ്വീകരിച്ചിട്ട് അവൻ പോകാം. അതല്ലാതെ ഇവർ അതിനെ കുട്ടിഘോഷിച്ച് അതിൽ കറാമത്ത് പറഞ്ഞ് ചില്ലറ കാശുണ്ടാക്കുന്നു, അതിൻ്റെ കാശിലാണ് കഞ്ഞി കുടിക്കാൻ ഇവർ പ്രയത്നിക്കുന്നത്. സഹോദരന്മാരെ, എന്നൊരു കറാമത്തും കൂടിയുണ്ട്, അത് കേൾക്കണം. വീഡിയോ നീണ്ടുപോകുന്നുണ്ട്. ആ കറാമത്ത് കേട്ട് നിങ്ങൾ മനസ്സിലാക്കുക. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സ്വീകരിക്കുന്നതിന്റെ ഇടയിൽ 12 കൊല്ലമായി കുട്ടികളില്ലെന്ന് പറഞ്ഞപ്പോ വെള്ളത്തിലേക്ക് ഒരു കുപ്പി വെള്ളമെടുത്തു വരാൻ പറഞ്ഞു. വെള്ളമെടുത്തു കൊണ്ടുവന്നപ്പോ ജസ്റ്റ് ഒന്ന് ഊതി കൊടുത്തു, എന്തോ ഒന്ന് ചൊല്ലി ഊതി കൊടുത്തു. ഈ പാവപ്പെട്ട ഫാമിലിക്ക് ഇതായിരിക്കും മരുന്നെന്ന ഒരു ധാരണയിലില്ലായിരുന്നു. ഇവരെന്തൊക്കെയോ പ്രതീക്ഷിച്ചാണ് പരീക്ഷണശാലകൾ മുഴുവൻ കയറി നടന്ന ഇവർ അവിടെ എത്തിയത്. അപ്പൊ ഇവരെന്ത് ചെയ്തു? അവിടുന്ന് വേറെ അന്തം വിട്ടിട്ട് അവിടുന്ന് തിരിച്ച് യാത്ര ചെയ്തു. എറണാകുളത്ത് തിരിച്ചെത്തിയപ്പോൾ ഈ ഭർത്താവ് ഭാര്യയോട് ചോദിച്ചു, എടീ, നമ്മളിപ്പോ ഒരു ബിസ്ലേരി വാട്ടറിന് വേണ്ടിയാണോ ഇവിടുന്ന് അവിടം വരെ പോയി കഷ്ടപ്പെട്ടത്? ഞാൻ നിങ്ങളോട് ചോദിക്കാതെ നടക്കായിരുന്നു, ദാ കിടക്കുന്നു വെള്ളം എന്ന് പറഞ്ഞിട്ട് ഈ കുപ്പിയും വെള്ളവും എടുത്ത് ഫ്രണ്ടിലെ തെങ്ങിന്റെ മൂട്ടിലേക്ക് എറിഞ്ഞു. അവരങ്ങിട്ടുപോയി. അവരുടെ ദൗർഭാഗ്യം, ഇട്ട ഉടൻ അടപ്പും തുറന്ന് വെള്ളം കംപ്ലീറ്റ് അവിടെ പോവുകയും ചെയ്തു. ഇപ്പൊ ഈ മുറ്റമൊന്നും അല്ലല്ലോ, എല്ലാത്തിലും എന്താണ് അതിന് പറയുന്നത്, ഇന്റർലോക്ക് ഇട്ട് നിർത്തിയിരിക്കുക, തെങ്ങിന്റെ മൂട് വരെ. അപ്പൊ അതിനകത്ത് തെറിച്ച് വെള്ളമെല്ലാം പോവുകയും ചെയ്തു. സുബ്ഹാനല്ലാഹ്. ഈ ഉമർക്ക പറയാണ്, രാത്രിയിൽ ഇവർ 8:30 മണിയായപ്പോൾ എയർ കണ്ടീഷനുള്ള റൂമിനകത്ത് കയറി. ഇവർക്ക് നല്ല സൗകര്യമുള്ള സമ്പത്തുള്ള വീട്ടുകാരാണ്. അവരതിനകത്ത് കയറി അതാ AC ഓണാക്കിയിട്ട് കിടന്നുറങ്ങാൻ ഒരുങ്ങുമ്പോ കണ്ണിൽ ഉറക്ക് പിടിക്കുന്നില്ല.
ചുറ്റുഭാഗവുമുള്ള 4 സൈഡിൽ നിന്നും അതാ നവജാത ശിശുക്കളുടെ ശ്വാസം പിടിച്ചുള്ള കരച്ചിലാണ്. 100 കണക്കിന് ബേബികളുടെ കരച്ചിൽ, അതും ശ്വാസം മുട്ടിയിട്ടുള്ള കരച്ചിൽ. എവിടുന്നാ കേൾക്കുന്നതെന്ന് ഇവർക്കറിയില്ല. AC-ക്കകത്ത് പുറത്തെ ശബ്ദം കേൾക്കാത്ത റൂമിൽ ശീതീകരിച്ച മുറിയില. സുബ്ഹാനല്ലാഹ്, രാവിലെ വരെ ഒരു പോള കണ്ണടയ്ക്കാൻ 2 പേർക്കും കഴിഞ്ഞില്ല. ഈ കുട്ടികളുടെ കരച്ചിലോട്